1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്ന അത്രയും സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു മസാലയൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി അത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതിലൊരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ചെടുക്കേണ്ട, കുറച്ച് നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഗോതമ്പ് ദോശയൊക്കെ തയ്യാറാക്കി എടുക്കൂലേ, ആ ഒരു പരുവത്തിലുള്ള മാവാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി പാനിൽ അല്പം നെയ്യ് തടവി കൊടുത്തിട്ട് നമുക്ക് ഗോതമ്പ് ദോശ ചുട്ടെടുക്കാം. ഞാൻ ഈ ഒരു മാവ് വെച്ചിട്ട് 2 ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് 2 വശം ഒന്ന് വേവിച്ചെടുക്കുക. ഇതുപോലെ 2 എണ്ണം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് മുഴുവനായിട്ടും ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ മറ്റൊരു ദോശ കൂടെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു മുട്ട മിക്സ് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഞാനിവിടെ 2 ചീസ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് ഇതുപോലെ തരിതരിയായി പൊടിച്ചതും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് ഈ ഒരു ചീസൊക്കെ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ചെറിയ തീയിൽ വെച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്.